ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പിസ്സയാണ്. ഇന്നത്തെ പിസ്സ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിസ്സയാണ്. ഇറ്റാലിയൻ സ്റ്റൈലുള്ള പിസ്സ ഡോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. നെപ്പോളിത്തൻ പിസ്സ ഡോ. സാധാരണ നമ്മളെപ്പോഴും വീടുകളിൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒരു പിസ്സ കഴിച്ച് കഴിയുമ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ ടോപ്പിങ്സ് എല്ലാം വെച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റും ഈസ്റ്റിൻ്റെ ടേസ്റ്റും ഒക്കെ ആണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇന്നത്തെ പിസ്സയുടെ ഡോ അതൊന്നും അല്ല. അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സ ഡോ ആണ്. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതേപോലെയാണ് പിന്നെ നിങ്ങൾ എപ്പോഴും പിസ്സ ഡോ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ വീടുകളിലുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹോം മെയ്ഡ് പിസ്സയാണ് ഇത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട വെജിറ്റബിൾ പിസ്സയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പിസ്സയുടെ മാവ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യണം. 1/2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ 125 ml വെള്ളമാണ്. 125 ml പ്ലസ് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് മാറ്റി വയ്ക്കണം ഒന്ന് പൊങ്ങാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ചെറിയൊരു ചൂട് മാത്രമേ വേണ്ടത്. വേറൊരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 185 ഗ്രാമിൻ്റെ അടുത്താണ് ആ ഗ്രാം അളവ് ഞാൻ പറയുന്നത്. ഈസ്റ്റ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് പൊടിയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കുഴയ്ക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിന് 11.7 ആണ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത്. സാധാരണ ഇറ്റാലിയൻ പിസ്സ എല്ലാം ഉണ്ടാക്കുമ്പോൾ അവർ 00 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അത് ഒത്തിരി ഫൈനാണ്, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിയാണ്. പക്ഷേ ഇവിടെയൊക്കെ അത് എല്ലാ കടകളിലും കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. നല്ല വിലയാണ് അങ്ങനത്തെ ആ പൊടി വാങ്ങിക്കണം. ഇപ്പോൾ നമുക്കിവിടെ സാധാരണ നമ്മളെ കിട്ടുന്ന ഓൾ പർപ്പസ് ഫ്ലോർ വാങ്ങിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ കുഴയ്ക്കണം. ഒരു 6-7 മിനിറ്റ് നല്ലതുപോലെ കുഴയ്ക്കുക. അതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടി പശ പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. അത്രയ്ക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നീട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴയ്ക്കുക. അപ്പോൾ കയ്യിലെ ഒട്ടൽ കുറച്ചൊന്ന് കുറയും. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഒലിവ് ഓയിലും കൂടെ ചേർത്ത ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം ആ ബൗളിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഒന്ന് ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ആ ബൗളിലേക്ക് വയ്ക്കുക. ഈ കുഴച്ച് വെച്ച മാവിൻ്റെ മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് വയ്ക്കണം. ഇത് നല്ലതുപോലെ ഇത് കവർ ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ വയ്ക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാവ് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇനി ആ മാവിന് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് 2 കൈ കൊണ്ടും ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് വയ്ക്കണം. പ്രസ് ചെയ്യുന്ന ഒത്തിരി കട്ടിയിലൊന്നും വയ്ക്കേണ്ട. ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ഉള്ളിലോട്ട് വയ്ക്കുക. ഇത് ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ടാക്കി വയ്ക്കണം അത്. അപ്പോൾ അത് നല്ലൊരു ബോൾ ഷേപ്പിൽ മോൾ വശം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഒലിവ് ഓയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മാവ് എടുത്തിട്ട് നമ്മൾ ആ മാവ് ഉള്ളിലോട്ട് മടക്കി അത് അടിയിൽ വശത്തേക്ക് വന്ന രീതിയിൽ ആ ബൗളിലേക്ക് വെക്കണം. എന്നിട്ട് ഈ മാവിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് നല്ലതുപോലെ കവർ ചെയ്യണം. ഇനി ഈ പിസ്സ ഡോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇന്ന് തന്നെ പിസ്സ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഒരു 23 മണിക്കൂറെങ്കിലും 23 മുതൽ 24 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനത് 23 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അപ്പോൾ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ആ ബൗളിൻ്റെ മുകൾ വശം വരെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പിസ്സ ഡോ അനക്കാതെ ഇതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വയ്ക്കുക. നല്ലതുപോലെ അതിൻ്റെ തണുപ്പ് പോകണം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കവർ തുറന്ന് നോക്കാം.
ഇനി മാറ്റോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂകണം. ഇനി ബൗളിൽ നിന്ന് ആ പിസ്സ ഡോ എടുത്ത് മാറ്റിലേക്ക് ഇടാം. ഇനി ആ ഡോയുടെ മുകളിലേക്ക് കുറച്ച് മൈദ തൂകണം. എന്നിട്ട് നമ്മൾ 2 കൈയും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അത് അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ആ മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ചപ്പാത്തി കോല് കൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ചൊന്ന് ഒരു വലിയൊരു പപ്പടത്തിൻ്റെ സൈസാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൈയും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതൊന്ന് വലുതാക്കിയെടുക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ ഒന്ന് മുകളിൽ തൂക്കിയിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ വലിച്ച് നമുക്കതിനെ വലുതാക്കാം. ഈ മാവെടുത്ത് ഞാൻ കൈയുടെ മുകളിലേക്ക് ഇടുവാണ്. നമ്മുടെ കൈ ഇതേപോലെ മടക്കി വെച്ചിട്ട് ആ മുകളിലേക്ക് മാവ് ഇട്ടിട്ട് പതിയെ കൈയും കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. നമ്മുടെ കയ്യിലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തുണി ഇട്ടിട്ട് നമ്മൾ കൈ ചുമ്മാ നിൽക്കുന്ന അതേപോലെ ഒരു തോന്നലേ ഉള്ളൂ. അതിൻ്റെ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ പതിയെ കൈ ഒന്ന് അനക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ അത് വലുതായിട്ട് വലിയ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബബിൾസ്, നമ്മൾ പപ്പടമൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൊമ്മളകൾ പോലെ വരില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിക്കരുത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഞാനിത് ഒരു 9 ഇഞ്ച് പാനിലാണ് പിസ്സ ബേക്ക് ചെയ്യണത്. അപ്പോൾ ആ പാനിൽ ഉള്ളിൽ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ട് മൈദ കുറച്ച് തൂക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 20 മിനിറ്റ് 250 ഡിഗ്രിയിൽ. ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ വേണം നമ്മൾ പിസ്സയ്ക്കുള്ള ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 290 ഒക്കെ ഡിഗ്രി ഉള്ള ഓവൻ ഉണ്ടെങ്കിൽ ആ ഡിഗ്രിയിൽ തന്നെ വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. മുകളിൽ നിന്നും താഴെ നിന്നുള്ള കോയിലാണ് ഞാൻ കത്തിച്ചേക്കണത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിക്കണം. അത് മുകളിലും ആ സൈഡിലും എല്ലാം ആയിട്ട് ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ഉരുക്കിയതാണെങ്കിലും മതി, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യണം. ഹോം മെയ്ഡ് പിസ്സ സോസാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെയുള്ള പിസ്സ സോസാണ്. അതിൻ്റെ വീഡിയോ അതിന് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സോസും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ആ മുകൾ വശം ഒന്ന് ചെറിയൊരു കളർ മാറുമ്പോൾ തന്നെ ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇടാം. മൊസറല്ലയും ചേദർ ചീസും കൂടെ മിക്സ് ആയിട്ടുള്ള ചീസാണിത്. മഷ്റൂം, ഒരു 1/2 കപ്പ് മഷ്റൂം ഉണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താണ്. ടിന്നിൽ കിട്ടുന്ന മഷ്റൂം ആണെങ്കിലും മതി. കുറച്ച് ടൊമാറ്റോയുടെ ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞിട്ട് ആ പുറത്തത്തെ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ക്യാപ്സിക്കം, പിന്നീട് കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചീസ് ഇടാം. ചീസ് ഞാൻ 200 ഗ്രാമാണ് ചീസ് ഇവിടെ ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വീണ്ടും കുറച്ച് ഒലിവ് ഓയിൽ ആ സൈഡിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. സൈഡ് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും. വീണ്ടും ഓവനിൽ വെക്കുക. ഓവനിൽ വെച്ചിട്ട് ചീസ് നല്ലതുപോലെ മെൽറ്റായി കഴിയുമ്പോൾ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പിസ്സ റെഡി ആയിട്ടുണ്ട്.
മുകൾ വശം നല്ല ക്രിസ്പി, അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള പിസ്സയാണിത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പിസ്സ കഴിക്കാനായിട്ട്. നമ്മളുടെ ഈസ്റ്റിൻ്റെ ടേസ്റ്റ്, അതേപോലെ ബ്രെഡ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല ഈ പിസ്സയ്ക്കുള്ളത്. ശരിക്കും ഒരു ഇറ്റാലിയൻ ടേസ്റ്റുള്ള പിസ്സ. 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ആ പിസ്സ ഡോയുടെ ടേസ്റ്റാണ് ഈ പിസ്സയ്ക്കുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. അമ്മ നിനക്ക്